അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബ്രേക്കിംഗ് നമ്പർ 3. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് ലഭിച്ച പുനർജനി അഴിമതി ആരോപണത്തിൽ വിമർശനവുമായി പരാതിക്കാരിൽ ഒരാളും മുൻ കോൺഗ്രസ് നേതാവുമായ രാജേന്ദ്ര പ്രസാദ്. കേസ് അന്വേഷിക്കേണ്ടത് CBI ആണ്. പണം പിരിച്ചതിന് വീഡിയോ ദൃശ്യങ്ങൾ തെളിവുണ്ടെന്നും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന് ലംഘനമുണ്ടെന്നുമാണ് വിമർശനം. ക്ലീൻ ചിറ്റ് നൽകുന്നത് എങ്ങനെയെന്നും രാജേന്ദ്ര പ്രസാദ് പ്രതികരിച്ചു. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് കേൾക്കാം. സംസ്ഥാന ഗവൺമെൻറ് 2018 പ്രളയത്തിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ കേന്ദ്രം കൊടുത്തില്ല. അന്ന് പ്രതിപക്ഷ നേതാവ് പോലുമല്ല, വെറും MLA ആയ വി.ഡി. സതീശൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ FCRA ലംഘിച്ച് പണം പിരിച്ചു. ഈ പിരിച്ച വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് വിദേശത്ത് നടന്നൊരു സംഭവമാണ്. അത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. കേരളത്തിലെ ഗവൺമെൻറ്റിന് അന്വേഷിക്കാൻ അവകാശമില്ല, അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ അവകാശമില്ല, ക്ലീൻ ചീറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമില്ല. അങ്ങനെ ഉള്ളൊരു കേസ് എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്? അദ്ദേഹം ഒരു മറുപടി പറയട്ടെ. വിദേശത്ത് FCRA ലംഘിച്ചു പോയി പിരിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ചു. അത് സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ജെയിംസ് മാത്യു MLA ആ CD വെച്ചിട്ടുണ്ട്. ഇപ്പം നിയമസഭയിലെ രേഖയാണിതെല്ലാം. ഇതെല്ലാം പരിശോധിക്കാതെ സംസ്ഥാന ഗവൺമെൻറ് വിജിലൻസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരൊക്കെയാണ്. ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റമാണ് സതീശൻ ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് എന്നുള്ളതാണ്. ക്ലീൻ ചിറ്റ് കൊടുത്തത് UDF സർക്കാരല്ലല്ലോ, LDF സർക്കാരിന്റെ സമയത്തല്ലേ വിജിലൻസിനെ അന്വേഷിച്ചത്. അതിനിടെ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. കൊച്ചി പറവൂരിൽ വൻ DYFI പ്രതിഷേധം സംഘടിപ്പിക്കും. പിരിച്ച പണവും വീടും എവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാകും പ്രതിഷേധം. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, പരാതി നൽകിയത് മുൻ കോൺഗ്രസുകാരനായ രാജേന്ദ്ര പ്രസാദാണ്. ആ പരാതിയിൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ പരാതിയിൽ പറയുന്നത്. ഇതിൽ പൈസ വിദേശത്ത് പോയി പിരിക്കാൻ പാടില്ല, പക്ഷേ അങ്ങനെ പിരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ സന്ദേശം ഇന്നലെ ഗോവിന്ദ മാഷ് പുറത്തുവിട്ടു. അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ ഉള്ള ദൃശ്യങ്ങളുമാണ്. ഇപ്പോൾ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയെ എങ്ങനെയാണ് പരാതിക്കാരൻ കാണുന്നത്? ഇത് LDF സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് അന്വേഷിക്കുകയും അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും പിന്നീട് CBIക്ക് വിടുകയും ചെയ്ത വിഷയമല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ CBIക്ക് വിടാൻ തീരുമാനിക്കുകയും ചെയ്ത വിഷയമാണ്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്നാണ് UDF വിശേഷിപ്പിക്കുന്നത്, കോൺഗ്രസ് വിശേഷിക്കുക. പരാതിക്കാരൻ പറയുന്നത് എന്താണ് സഞ്ജു ദേവസ്യ? ഇതിൽ മേൽ ഇനിയും രാഷ്ട്രീയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമോ സഞ്ജു? ഡോക്ടർ അരുൺകുമാർ, ഒന്ന്, ഈ പുനർജനി അഴിമതി ആരോപണം, അതായത് 2018 പ്രളയത്തിന് ശേഷം പറവൂരിലെ പുനർനിർമ്മാണത്തിനായി വി.ഡി. സതീശൻ MLA പ്രഖ്യാപിച്ച പദ്ധതിയാണ് പുനർജനി. അതിനുവേണ്ടി വിദേശത്ത് പോയി അനുമതിയില്ലാതെ അനധികൃതമായി പണം പിരിച്ചു എന്നാണ് വാദം. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. വിജിലൻസിന്റെ ആദ്യ ശുപാർശയാണ്, അതിനുശേഷം മറ്റൊരു റിപ്പോർട്ടാണ് ഉള്ളത്. ആദ്യ ശുപാർശയിൽ CBI അന്വേഷണ ശുപാർശയുണ്ട് എന്നതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അത് നിലനിൽക്കും എന്നതാണ്. എന്ന് വെച്ചാൽ ഒന്ന് രാഷ്ട്രീയ ആരോപണമാണ്, രണ്ടാമത്തേത് ഇനിയും നടക്കാനിരിക്കുന്ന നിയമ പോരാട്ടമാണ്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നേരത്തെ കോടതിയിൽ ഇതേ സമാന ആവശ്യം ഉൾപ്പെടുത്തിയുള്ള ഹർജി വന്നതാണ്. അന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാരണത്താൽ അത് നിയമപരമായി തിരിച്ചടിയായി എന്നതായിരുന്നു പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇനിയും കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കാം എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പ്രാഥമികമായി എന്ത് തെളിവുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് വീഡിയോ ദൃശ്യങ്ങളാണ്. അത് പുതിയ ദൃശ്യങ്ങളല്ല. ഒന്ന്, അദ്ദേഹം UK-യിൽ പോയി അവിടെ ഈ സംഭാവന ചോദിക്കുന്ന വീഡിയോ ദൃശ്യമാണ്. മറ്റൊന്ന്, അദ്ദേഹം ഇതേ കാര്യം പരാമർശിച്ചുകൊണ്ട് പറവൂരിൽ നടത്തിയ ആ വിവാദ ഘട്ടത്തിൽ പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ താൻ തന്നെ പോയി സംഭാവന ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് പോകാവുന്നതേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാദം. മറ്റൊന്ന്, ഇതിൽ വിദേശ സംഭാവന നിയന്ത്രണം അല്ലെങ്കിൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന വാദം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. സാധാരണഗതിയിൽ EDക്ക് മുന്നിൽ ഇതേ പരാതി വന്നതാണ്. ആദ്യ പരാതിക്കാരൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. പരാതിക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്. മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. അങ്ങനെ യൂത്ത് കോൺഗ്രസിലും ഒക്കെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹം ഈ വിഷയത്തിൽ ഉൾപ്പെടെ വിമർശനവും ഒക്കെയായി പുറത്തേക്ക് വന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് EDക്ക് ഒരു പ്രാഥമികമായ കേസുണ്ടെങ്കിലേ അന്വേഷണമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ CBIയുടെ കാര്യത്തിൽ അങ്ങനെയില്ല. വിദേശത്ത് പോയി ഈ സംഭാവന ചോദിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്നതാണ്. നേരത്തെ പ്രളയകാലത്ത് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പോലും അനുമതി കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ CBIക്ക് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഒരു ക്രൈം വിദേശത്ത് നടന്നിട്ടുണ്ട്. ആ പണം
മറ്റൊരു ഏജൻസി വഴി അല്ലെങ്കിൽ മറ്റൊരു ട്രസ്റ്റ് വഴി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അത് എങ്ങനെയാണ് സാധ്യമാവുക? അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ ഈ പണം എങ്ങനെ ചിലവഴിച്ചു എന്ന സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയുണ്ടോ? ഇതേ പണം ഉപയോഗിച്ച് ഈ പുനർജനി പദ്ധതി നടപ്പാക്കിയതിന്റെ വിശദാംശങ്ങൾ ഇവയെല്ലാം ശേഖരിക്കുക. അപ്പോൾ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, അതുകൊണ്ട് ക്ലീൻ ചിറ്റ് എന്ന വാദം വിജിലൻസ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇതിൽ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ച ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുകയില്ല എന്ന വാദമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം നൽകുന്ന സൂചന നിയമ പോരാട്ടം ഇനിയും തുടരും. മറ്റൊന്ന് രാഷ്ട്രീയമാണ്. CPM ഇതൊരു ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് അവരുടെ സമരം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധം ഇതിനകം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സഞ്ജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സാർ, ഇന്ത്യയിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ വിഷയത്തിൽ 2020 PD സതീശനെതിരെ പരാതി ലഭിക്കുന്നതും ആ കേസ് അന്വേഷിച്ചു തുടങ്ങുന്നതും 2020 LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വിജിലൻസ് പിണറായി വിജയൻ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. 2023 മറ്റോ ആണ് ഇതിനകത്ത് പ്രാഥമികമായിട്ട് കാര്യമൊന്നുമില്ല, കഴമ്പില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത്. പിന്നീടാണ് FCRA ചട്ടലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അത് CBIക്ക് കേസ് അന്വേഷിക്കാവുന്നതാണ് എന്നൊരു ശുപാർശ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ എന്നെ അന്തംകമ്മി ആക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇത് സമാനമായ രീതിയിൽ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു തെളിവുമില്ല എന്ന് കണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തൊരു കേസുണ്ടായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. ആ കേസിൻ്റെ പേര് ലാവ്ലിൻ എന്നായിരുന്നു. ആ ലാവ്ലിൻ കേസിൽ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ഒരു തെളിവും പിണറായി വിജയനെതിരെ ഇല്ല എന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചതാണ്. ഒടുവിൽ സർക്കാർ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ വന്ന് അന്ന് ഉമ്മൻചാണ്ടി വന്നിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. സമാനമായ കേസല്ലേ, വിജിലൻസ് ഇതിനകത്ത് ഒരു കുറ്റകൃത്യമില്ല എന്ന് പറയുന്നു, അത് CBIക്ക് വിട്ടു തൊട്ട് മുമ്പത്തെ സർക്കാർ അല്ലേ. അപ്പോൾ ഇക്കാര്യത്തിൽ ലാവ്ലിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു, അത് പുനർജനിയുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടേ എന്നുള്ളതാണ് ഇടതുപക്ഷത്തുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം. പക്ഷേ ഇടത് സർക്കാരിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യം, ഒരു തെളിവുമില്ല, VD സതീശൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ ഇനി അതിനെതിരെ എങ്ങനെയാണ് ഇടതുപക്ഷം സമരത്തിനിറങ്ങുക എന്നതാണ് ചോദ്യം. പക്ഷേ പണം ചോദിച്ചിട്ടുണ്ട് എന്ന് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്, പണം പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിദേശത്തു നിന്നുള്ളൊരു വനിതയും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമെന്ന് കരുതുക എന്നതല്ലാതെ ചട്ടത്തിന്റെ വഴിക്ക് പോകട്ടെ.